കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. വിജയലക്ഷ്മി അറക്കൽ വീട്ടിലേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് രാധികാമ്മയെ വരണം. ആദ്യം വിജയലക്ഷ്മിനെ അകത്തേക്ക് കയറ്റാനായിട്ട് കൂട്ടാക്കിയില്ല. പിന്നീട് ഗീതു വീഡിയോസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. തന്റെ ഫോണിലുള്ള വീഡിയോസിന്റെ കാര്യം പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധികാമ്മ പറഞ്ഞു, അതെ വരുൺ നീ അകത്തേക്ക് പോകാൻ പറയണേ. വരുണിനെ അകത്തേക്ക് ഏറ്റുവിട്ടു. ഈ സമയത്ത് വരുൺ അകത്തേക്ക് എന്നിട്ട് കാഞ്ചനയോട് പറഞ്ഞതേ, കാഞ്ചന ഒരാരതിയൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയണം. അപ്പൊ ആരതി ഒഴിഞ്ഞ് നിന്നെ ഞാൻ സ്വീകരിക്കാൻ വിജയലക്ഷ്മി എന്ന് രാധിക പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ വിജയലക്ഷ്മി പറഞ്ഞു, അതെ എന്നെ ആരതി ഒന്നും ഒഴിഞ്ഞ് നീ അകത്തേക്ക് ഏറ്റേണ്ട കാര്യമില്ല, എനിക്ക് തന്നെ കയറി വരാൻ അറിയാന്ന് പറയാം. പക്ഷേങ്കില് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഞ്ചന ആരതിയൊക്കെ എടുത്തോണ്ട് വരുന്നേ. ഈ കാഴ്ച കണ്ടതും ഗീതും വിജയലക്ഷ്മിയും ഒക്കെ ഞെട്ടി. എന്താ പോലും ഇവരുടെ പുറപ്പാട് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ ആരതി കൊണ്ടുവന്നിട്ട് രാധികാമ്മയുടെയിലേക്ക് കൊടുക്കുകയാണ്. ഈ സമയം രാധിക പറഞ്ഞു, നിന്നെ ആരതി ഒഴിഞ്ഞ് ഇതിനകത്തേക്ക് കയറ്റാനായിട്ട് ഏറ്റവും യോഗ്യയാൾ ഞാൻ തന്നെയാ, അതുകൊണ്ട് ഞാൻ തന്നെ ആരതി ഒഴിയാന്നും പറഞ്ഞു വിജയലക്ഷ്മിനെ ആരതി ഒഴിയാണ്. വിജയലക്ഷ്മി തെല്ലും പോലും പതറാൻ നിന്നു. അങ്ങനെ ആരതി ഒഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞു, ഇനി വലതുകാലം വെച്ച് ഞാൻ അകത്തേക്ക് കയറിക്കോളാൻ പറയാ. വിജയലക്ഷ്മി പറഞ്ഞു, വലതുകാലം വെക്കണോ ഇടതുകാലം വെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം രാധിക, അത് നീ പറയേണ്ട കാര്യമില്ല. അറിയാലോ, നിനക്കറിയാലോ എന്നെ കുറിച്ചെന്ന് പറയണം. പിന്നെ രാധികയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടില്ല രാധിക. വിജയലക്ഷ്മി അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് രാധിക എന്ത് ചെയ്യാണ്, അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ അകത്തേക്ക് നിന്നപ്പോ വരുൺ ചോദിച്ചു, അല്ല അമ്മയുടെ ഉദ്ദേശം എന്താ? അമ്മ എന്തിനാ അവരെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റിയെന്ന് ചോദിക്കാം. അതെ നിനക്കും അറിയില്ല വരണ, നീ അതാക്കിയ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പോകുന്നുള്ളൂ. ഇനിയാണ് ഈ രാധികയുടെ കളി എന്താന്ന്. ഗീതു ഇപ്പൊ ശരിക്കും പറയാൻ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക. ഗീതുന്റെ വിചാരം എന്താ, നമ്മളിപ്പോൾ അവളെ പേടിച്ചിരിക്കുകയാണ്. അവളുടെ ഫോണിനകത്ത് ആ വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ ഫോണിനകത്ത് ആ വീഡിയോസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത അവളുടെ മനസ്സിലുള്ളത്. പക്ഷെ അതിനകത്തൊന്നും ഇല്ലെന്നുള്ള സത്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. അവൾ അങ്ങനെ കുറച്ചാളും കൂടെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കട്ടെ സ്വയം. അതാണ് നമുക്ക് വേണ്ടത്. അവളിപ്പോൾ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. എൻ്റെ അമ്മേ, ഇതൊക്കെ കയ്യോടെ പിടികൊണ്ടല്ലായിരുന്നു അവളുടെ കള്ളത്തരം. ഇപ്പൊ ആ വീഡിയോ അയക്കാൻ പറഞ്ഞാൽ അയക്കാൻ പറയണമായിരുന്നു, അല്ലെങ്കിൽ അവളോട് കാണിക്കാൻ പറയണമായിരുന്നു. ഇപ്പൊ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്തുകൂടാ. കാരണം നമുക്ക് അവസരമുണ്ട്, അവസരം വരും. നല്ല കിട്ടിയൊരു അവസരത്തിൽ വേണം നമ്മൾ അവിടേക്കിട്ട് പണി കൊടുക്കാനായിട്ട്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. അല്ലമ്മേ, അവരെന്താ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ വിജയലക്ഷ്മി? അത് രഞ്ജുവിനെ കാണാൻ വന്ന. രഞ്ജുവിനെ കാണാൻ മാത്രമല്ല, അവരുടെ വരവിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഒരു ഉദ്ദേശമുണ്ട്. അമ്മ എന്തിനാ അവരെ ഭയക്കണമെന്ന് ചോദിക്കുക. ഭയമോ എനിക്കോ? അല്ല, അവര് വന്ന് കാണുമ്പോ അമ്മയ്ക്ക് എന്തോ ഒരു ഭയമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഭയമൊന്നും ഇല്ലടാ, ഞാനിതിനെ ആ സ്ത്രീയെ ഭയക്കണമെന്ന് ചോദിക്കുക. എന്നും പറഞ്ഞിട്ട് രാധികാമ്മ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാ. അപ്പൊ വരുണിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. എന്തായിരിക്കും വിജയലക്ഷ്മി അമ്മയായിട്ടുള്ള പ്രശ്നം? അമ്മയ്ക്കാണെങ്കിൽ വിജയലക്ഷ്മിയുടെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഒരു പക്ഷേ രഞ്ജുവിന്റെ അമ്മ ആയതുകൊണ്ടായിരിക്കോ, അതോ ഇനി ഇവർ തമ്മില് ഇവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം കാണോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ ഗീത പറഞ്ഞു, അതെ ഞാൻ ചായ എടുത്തോണ്ട് വട്ടേന്ന് ചോദിക്കണം. വേണ്ട മോളെ, മോൾ ഇവിടെ ഇരിക്കാൻ പറയണം. ഈ സമയമാണ് കാഞ്ചന അങ്ങോട്ട് വരുന്നത്. കാഞ്ചനെ കണ്ടത് ഗീത പറഞ്ഞതേ, അമ്മയ്ക്കുള്ള ചായ എടുത്തോണ്ട് ഞാൻ പറയാം. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, ശരിയെന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. പക്ഷെ കാഞ്ചനയ്ക്ക് പോയിട്ട് അങ്ങോട്ട് സമാധാനം ഉണ്ടായില്ല. എന്താ അവിടെ സംസാരിക്കുന്നതെന്ന് അറിയില്ല. അവരുടെ സംസാരം എന്താണെന്നും അറിയത്തില്ല. എന്തേലും ആട്ടേന്ന് ഓർത്തോണ്ട് കാഞ്ചന അകത്തേക്ക് ചായ എടുക്കാൻ പോവാ. ഈ സമയത്ത് രാധിക വന്നിട്ട് പറഞ്ഞതേ, നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറയാം. എന്താ? അതെ, അവിടെ പോയിട്ട് അവരെന്താ സംസാരിക്കുന്നത് നീ കേൾക്കണം. അന്നേരം നീ എന്നോടൊന്ന് പറയണമെന്ന് പറയാ. ഇത് കേട്ടതും രാധികാമ്മയോട് കാഞ്ചന പറഞ്ഞു, അല്ല ഞാനെങ്ങാനും പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുള്ള പ്രശ്നമാകത്തില്ലേ? അതൊക്കെ നിന്റെ മിടുക്ക് പോയിരിക്കും. നിനക്ക് പിന്നെ പണ്ട് ഒളിഞ്ഞു നോട്ട് ഇച്ചിരി കൂടുതലാണല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അവിടെ പോയി അവരെന്താ സംസാരിക്കുന്നത് കേട്ട് വന്നാൽ എന്നോട് വന്ന് പറയണമെന്ന് പറയാം. ഇത് കേട്ടതും കാഞ്ചന പറഞ്ഞു, ആ കാര്യം ഞാൻ ഏറ്റി രാധികാമെന്ന് പറയാണ്. അങ്ങനെ കാഞ്ചന അങ്ങോട്ട് പോയി പമ്മി നിൽക്കുക. അവര് പറയുന്നത് എന്താന്ന് കേൾക്കണമല്ലോ. ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ ഗീത ചോദിച്ചു, അല്ല അമ്മ എന്താ പെട്ടെന്ന് വന്നേ? അമ്മ വരുന്നതിനെ കുറിച്ച് എന്നോടൊന്നും വിളിച്ചു പോലും പറഞ്ഞില്ല. സാധാരണഗതിയിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ പറഞ്ഞിട്ടല്ലേ വരാറുള്ളെന്ന് ചോദിക്കുക. അതെ, എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നേന്ന് പറയാം. പിന്നെ ഗോവിന്ദനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അവനെ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്ന് പറയാം. അല്ല എന്ത് കാര്യത്തെക്കുറിച്ചാ? ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ ഗോവിന്ദയുടെ വരും പറയാന്ന് പറയാം. അത് വേണ്ട, എനിക്ക് അവനോട് നേരിട്ട് പറയാനുള്ള കാര്യങ്ങളാ. പിന്നെ രഞ്ജുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നേന്ന് പറയാം. ഇത് കേട്ടോ ഗീത പറഞ്ഞു, രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകാനാ? അതിന്റെ കാര്യമൊന്നുമില്ല, അവൾ ഇവിടെ ഹാപ്പി അമ്മേ. അമ്മയ്ക്ക് ഇനിയിപ്പം എന്തെങ്കിലും കച്ചേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പോവാലോ. ഇപ്പൊ അവളെ കൊണ്ടുപോകണമെന്ന് പറയാം. അത് ശരിയാകത്തില്ല, അറിയാലോ രാധിക അവളൊരു വിഷവിത്താണ്. അവളെ എപ്പോഴും ഏത് സമയത്ത് എന്താ പ്രയോഗിക്കുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പക്ഷെ രഞ്ജുവിനെ ഇവിടെ നിർത്തുന്ന ആപത്താന്ന് പറയാണ്. രഞ്ജുവിന് ജീവന് തന്നെ അപകടമാണ്. ഈ സമയം രഞ്ജു പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ? ആ സ്ത്രീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല.
അവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഗീതു അതിന് മറുപടി കൊടുത്തോളും. അതുകൊണ്ട് അതോർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് പറയാം. എന്നാലും അത് വേണ്ട മോളെ, എനിക്ക് നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. നീ എൻ്റെ കൂടെ വന്ന് നിന്നോ. ഇനിയിപ്പോൾ അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ എൻ്റെ കഴിഞ്ഞാന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, 2-3 ദിവസം കൂടെ രഞ്ജു ഇവിടെ നിൽക്കട്ടെ, അതിനുശേഷം ഞാൻ അമ്മയുടെ കൂടെ പറഞ്ഞു വിടാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചന അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടു. ഗീതുവിന് മനസ്സിലായി രാധികാമ്മയുടെ ബുദ്ധിയായിരിക്കും ഇത്. തങ്ങളിവിടെ എന്താ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് കാഞ്ചനെ പറഞ്ഞു വിട്ടിരിക്കുക. ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ, ഒരു പണി തന്നെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഗീതു പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. ആ ടേബിളിൽ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേസ് ഇങ്ങോട്ട് എടുത്തു. അപ്പൊ രഞ്ജു ചോദിച്ചു, ഇതെന്തിനാ ഗീതു ഈ ഫ്ലവർ വേസ് എന്തിനാന്ന് ചോദിക്കും. അതോ ഒരു പൂച്ച അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഒരു പൂച്ച ഭയങ്കര ശല്യമാണ്, അതിനിട്ടൊരു ഏറ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ്, അത് വെച്ചൊരു ഏറ്റ ഏറെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ സമയം കാഞ്ചന നോക്കിയത് ഒരുമിച്ചായിരുന്നു. കാഞ്ചനയുടെ നെറ്റിയിലേക്ക് വന്ന് ആ ഫ്ലവർ വൈസ് കൊള്ളുവാണ്. പെട്ടെന്ന് കാഞ്ചന അയ്യോ എൻ്റെ മണ്ട പോയേന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അലറി കരഞ്ഞുകൊണ്ട് വീഴുവാണ്. ഈ സമയം രഞ്ജോട് നല്ല കാഞ്ചനക്കട സൗണ്ടല്ലേ കേട്ടെന്ന് ചോദിക്കും. അതെ, കാഞ്ചനക്കട തന്നെ സൗണ്ടാ കേട്ടത്. അതെ, കാഞ്ചനക്കട ഞാനൊരു പണി കൊടുത്താന്ന് പറയാണ്. നമ്മൾ എന്താ സംസാരിക്കാന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞും പാത്തു വന്ന് നിന്നാ. ഇതാരുടെ പരിപാടി എന്തരയോ, അമ്മയുടെ ബുദ്ധി അത്. അമ്മ വിചാരിച്ചു കാണും ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിനുള്ള പണിയാണ് ഞാൻ കാഞ്ചനക്കേട്ട് കൊടുത്തത്, അതുകൊണ്ട് ഇനിയിപ്പൊ കുഴപ്പമില്ലാന്ന് പറയും. എന്നാലും രാധികാമിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. നമ്മൾ എന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ചാറിനെ വിട്ടിരിക്കുവല്ലേന്ന് ചോദിക്കുക. ഈ സമയത്ത് വിജയലക്ഷ്മി പറഞ്ഞു, രാധിക ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഇനിയിപ്പം അവർക്ക് ഇനിയിപ്പം രക്ഷപ്പെടാൻ പറ്റില്ല. അധികം വൈകാതെ തന്നെ അവരുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരും എന്ന് പറയാം. ഗീതി ചോദിച്ചു, അമ്മ എന്തൊക്കെയോ ഉറപ്പിച്ച് മട്ടാണല്ലോ, അമ്മയ്ക്ക് എന്താ വല്ല തെളിവുകൾ എന്തെങ്കിലും കിട്ടിയെന്ന് ചോദിക്കും. അതൊക്കെ കിട്ടും, നീ ധൈര്യമായിട്ടിരിക്കുക ഗീതു, ഇനിയിപ്പം നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ രാധികയുടെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി എന്നെ കിട്ടുമെന്ന് പറയാണ്. പക്ഷെ ഗീതുവിന് എന്ത് കാര്യം എന്താന്ന് മാത്രം മനസ്സിലായില്ല. ഈ സമയം ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അയ്യപ്പേട്ടൻ ചോദിച്ചു, എന്താ കുഞ്ഞെ ഭയങ്കര സന്തോഷമാണല്ലോ, എങ്ങനെ സന്തോഷിക്കാതിരിക്കും അയ്യപ്പേട്ടാ, ഇതേ ഈ കാറ് കൊണ്ടുപോയി ഞാനിന്ന് അവിടെ ഇടും. അപ്പൊ ഗീത ഉപയോഗിക്കുന്ന കാറാ അത്. അവൾ ഇനിയിപ്പോൾ ഈ കാർ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേനും ഈ പാട്ട് ഓട്ടോമാറ്റിക്കലി ഓണാവും. അങ്ങനെ ഓണായി കഴിഞ്ഞാൽ ആദ്യത്തെ ഇച്ചിരി പാട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എൻ്റെ ആ വോയിസ് റെക്കോർഡെല്ലാം അതിൻ്റെ അകത്ത് വരും. ഞാൻ പ്രണയം തുറന്നു പറയുന്നത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവൾ കേൾക്കും. അതോടുകൂടി അവൾക്ക് മനസ്സിലാവും എൻ്റെ ഉള്ളിലുള്ള പ്രണയം എത്രമാത്രം ആഴത്തിലുള്ളതെന്ന്, ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ഒന്നാകും അയ്യപ്പേട്ടെന്ന് പറയാ. ഇത് കേട്ട അയ്യപ്പേട്ടൻ പറഞ്ഞു, എൻ്റെ പൊന്നോ, ഇത് കേട്ടിട്ട് തന്നെ എനിക്ക് കുളിര് വരുന്നു. എത്ര കാലത്തെ ആഗ്രഹം നിങ്ങൾ രണ്ടും ഒന്നാകണം എന്നുള്ളേ, ഇനിയെങ്കിലും ഒന്നായാൽ മതിയായിരുന്നു. ഇല്ല ഇതുപോലെ നടക്കോ കുഞ്ഞെ, ഉറപ്പായിട്ടും നടക്കാം അയ്യപ്പേട്ട. അയ്യപ്പേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഈ ഗോവിന്ദല്ലേ പറയണേ. അങ്ങനെ ഈ ഗോവിന്ദ് അവസാനം വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുമെന്ന് പറയണം. ശരി ശരി, എന്നാൽ പെട്ടെന്ന് വണ്ടി കിട്ടും, ഇനിയിപ്പോൾ അധികം താമസിക്കേണ്ടെന്ന് പറയണം. അങ്ങനെ ഗോവിന്ദും അയ്യപ്പേട്ടനും കൂടെ എങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ അയ്യപ്പേട്ടൻ പറഞ്ഞു, എന്നാൽ കുഞ്ഞ് കയറി ചെല്ലാൻ പറയണം. അങ്ങനെ ഗോവിന്ദ് അങ്ങോട്ട് കയറി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഹാളി വർത്താനം പറഞ്ഞുകൊണ്ട് ഗീതവും രഞ്ജുവും വിജയലക്ഷ്മിയും കൂടെ ഇരിക്കുന്നത്. ഈ കാഴ്ച കണ്ടും ഗോവിന്ദന്റെ അത്ര സമയം ഉണ്ടായിരുന്ന ആ സന്തോഷമെല്ലാം പോയി. വിജയലക്ഷ്മിനെ കണ്ടതും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഗോവിന്ദനെ കണ്ടും ഗീത പെട്ടെന്ന് ആഹാ ഗോവിന്ദേട്ടൻ വന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുവാണ്. അപ്പൊ ഗീതനോട് പെട്ടെന്ന് ചോദിച്ചു, അവരെന്തിനാ വന്നേന്ന് ചോദിക്കുവാണ് ആ സ്ത്രീയെ. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ആ സ്ത്രീയോ, എന്താ കണ്ണൻ അങ്ങനെ പറയണേ, അല്ല എനിക്കാണ് അവരെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ, നീയാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കും. ഞാനൊന്നും അല്ല, എന്തോ ഗോവിന്ദനോട് എന്തോ കാര്യം സംസാരിക്കാണെന്നും പറഞ്ഞ് വന്നാന്ന് പറയും. ഇത് കേട്ടതും ഗോവിന്ദന് ഞെട്ടലോടെ കൂടി ഗീതുവിനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.